ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് പുരസ്കാരങ്ങൾ കണ്ടിട്ടൊന്നുമല്ല, നാടിന്റെ വിശാല താല്പര്യങ്ങൾ മുന്നിൽ കണ്ടാണ്. ഭാസ്കർജി എന്ന MLA വെറും ഉപകരണം മാത്രമാണ്. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ആ സ്ഥാനത്തുണ്ടാവും. നമ്മൾ പോയാലും നന്മ മാത്രമേ അവശേഷിക്കാൻ പാടുള്ളൂ. അതാ എന്റെ മതം. അറിയാം സർ, സാറിന്റെ മനസ്സിന്റെ നന്മയും ഹൃദയ വിശാലതയൊക്കെ ഒരുപാട് അറിയാം. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഒരു 10 വർഷത്തിനകം കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങായിരിക്കും. അരുൺ, ഞാൻ ഒരു കസേരയും സ്വപ്നം കാണുന്ന ഒരാളല്ല. പിന്നെ അരുണിനെ പോലുള്ളവരുടെ കയ്യിലാ ഈ നാടിന്റെ ഭാവി. ഞാനാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഞാനാകും. അത്രേ ഉള്ളൂ. അതിരിക്കട്ടെ, എന്നാ ഫംഗ്ഷൻ? എത്ര മണിക്കാ? 20-ാം തീയതിയാണ് ചടങ്ങ്. സാറിന് അവാർഡ് സമ്മാനിക്കുന്നത് ഒരു അഡ്വക്കേറ്റാ. പുരസ്കാരത്തിനാണ് മഹത്വം, തരുന്ന ആളിനല്ല. എന്നാലും ചോദിക്കട്ടെ, CM-നെയോ ഗവർണറെയോ ഒന്ന് ശ്രമിക്കാമായിരുന്നില്ല? സാരമില്ല, ഞാൻ വിളിച്ച് ഏർപ്പാടാക്കണോ? ഓ വേണ്ട സർ, ഈ അഡ്വക്കേറ്റ് സാറിന് അറിയാവുന്ന ആളാ. അഡ്വക്കേറ്റ് കാവ്യ. ആരാ? കാവ്യ, അഡ്വക്കേറ്റ് കാവ്യ. സാറുമായിട്ട് നല്ല പരിചയം. സാറിന്റെ കൂട്ടുകാരൻ ജോയിമോന്റെ ഒരു കേസ് ഹൈക്കോടതിയിൽ വാദിക്കുന്ന വക്കീല്. നീ ആരാടാ? എന്നോട് ആരാന്ന് ചോദിക്കുന്ന നീ ആരാടാ? നോക്ക്, എനിക്ക് വേണ്ടപ്പെട്ട ആളാ കാവ്യ. നീ കാവ്യയെ ഭീഷണിപ്പെടുത്തും അല്ലേടാ? നിനക്ക് അവാർഡ് വേണം അല്ലേ? പുരസ്കാരം എന്ന് കേട്ടപ്പോ അവന്റെ നന്മ അങ്ങ് പൊട്ടി ഒഴുകുകയായിരുന്നല്ലോ. നോക്ക്, ഇനി നീ കാവ്യയെ ഭീഷണിപ്പെടുത്താൻ നോക്കിയ നീ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോയിട്ട് മത്സരിക്കാൻ പോലും ചെയ്യില്ല കേട്ടോ. ഞാൻ ആരെന്നറിയോ? നിന്റെ തൊട്ട് പുറകിലുണ്ട് ഞാൻ. നേരെ പുറകിലോട്ട് നോക്ക് നീ. പുറകിലല്ല, വലതുവശത്ത്. സോറി, ഇടതുവശത്ത് നോക്ക്. മതി, ഹാപ്പിയായി. ഇത്രയും ദൂരെ നിന്നുകൊണ്ട് നിന്നെ അനുസരിപ്പിക്കാൻ പറ്റിയല്ലോ. ഇവിടെ ഇരുന്നുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ നിന്റെ അടുത്ത് വന്നാ എന്തൊക്കെ ചെയ്യാനാവൂന്ന് നീ ഒന്ന് ഊഹിച്ചു നോക്ക്. നീ ആരാടാ? വിളിച്ചെന്ന് ഭീഷണിപ്പെടുത്തും. അടുത്തു വേണം. അവളുടെ ഏജന്റ് അല്ലേ? തീർത്ത് കളയോടാ നിന്നെ. ഓ പിന്നെ തമാശ പറയാതെന്റെ സാറേ, ഞാനിപ്പൊ നിന്റെ തൊട്ടടുത്തുണ്ട്. കണ്ടോ, വീണ്ടും പേടിച്ചു. അപ്പൊ ബൈ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി കാവ്യയുടെ പിറകെ വിരട്ടലുമായിട്ട് വന്നാൽ. ഹലോ ഹലോ, എന്താ സാർ? ഏയ് ഒന്നുമില്ല.
ഹലോ സാർ. ആ, ഞാനൊരു നമ്പർ അങ്ങോട്ട് സെൻഡ് ചെയ്യാം. അയാളുടെ പ്രൊഫൈലും തപ്പിയെടുക്കും. ഫോണിലൂടെ ഒരു വിരട്ടൽ. ആ അഡ്വക്കേറ്റിന്റെ ആളാ, കാവ്യയുടെ. സാർ നമ്പർ അയച്ചേക്കാം. ബാക്കി ഞാൻ ഏറ്റു. ആ കാവ്യക്കെതിരെ ഒരു പരാതി തന്നോ സാർ? ഞാൻ അന്വേഷിക്കാം. ആ പരാതി എന്റെ സ്വന്തം സ്റ്റേഷനിൽ കൈകാര്യം ചെയ്ത് എന്റെ സ്വന്തം കോടതിയിൽ ശിക്ഷ വിധിക്കാനിരിക്കുക. താൻ ഇതൊന്നു ചെയ്യും. ഓക്കെ സാർ. അവളെ തന്നെ ഒന്ന് വിളിച്ചേക്കാം. ഹലോ, ആരാ നിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്? പറയൂ. എന്നോടൊരുത്തൻ നേരിട്ട് വിളിച്ചിട്ട് തട്ടിക്കളയും വെട്ടിക്കളയും എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ആർക്കാ നീ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്? സർ, എനിക്കും ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് മനസ്സിലായല്ലോ. ഒരാളല്ല, ഒരുപാട് പേരാ എനിക്ക് വേണ്ടിയുള്ളത്. സാർ എന്താ വിചാരിച്ചത്? എനിക്ക് സപ്പോർട്ടായിട്ട് ഈ ഭൂമിയിൽ ആരും ഇല്ല എന്നോ? സാറിന് 5 വർഷത്തെ അലങ്കാരമേ ഉള്ളൂ, 5 വർഷത്തെ ശക്തി. പിന്നെയും ശക്തി കാണിക്കണമെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കണം. പക്ഷേ എനിക്ക് വേണ്ടിയുള്ളതേ ജീവിതാവസാനം വരെ ശക്തിയായി കൂടെ നിൽക്കുന്ന ആളാ. അധികം ആളാകണ്ട, നിന്റെ തലയെടുക്കും ഞാൻ. അയ്യോ സർ, തല മാത്രമായിട്ട് എടുക്കല്ലേ. തലയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തലയില്ലാതെ ജീവിക്കാൻ നിങ്ങളെ പോലെയുള്ളവർക്കേ പറ്റൂ. നിങ്ങൾക്ക് കയ്യൂക്ക് മാത്രം മതിയല്ലോ. നിന്റെ അവസാനം അടുത്തു. അല്ല സർ, ആരംഭം ആവുന്നതേ ഉള്ളൂ. അവസാനിക്കാൻ കുറേ അങ്ങ് ചെല്ലണം. നീ ആരോടാ സംസാരിക്കുന്നെന്ന് ഓർമ്മ വേണം. ആരോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ സാറിന്റെ വിലയും സ്ഥാനവും സാറിനാണ് അറിഞ്ഞൂടാത്തത്. സാർ ഒരു ജനപ്രതിനിധിയല്ലേ സർ? ഒരുപാട് ആളുകൾ, ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഒക്കെ ആയിട്ടല്ലേ സാറിനെ ജയിപ്പിച്ചു വിട്ടത്? ഒരു വലിയ പദവിയാണ് സർ ജനപ്രതിനിധിയുടേത്. അതിന്റെ വില മനസ്സിലാക്കാത്തത് സാറാ. നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം എന്റെ വില. അയ്യോ, സാറിന്റെ ഇപ്പോഴത്തെ വില എനിക്കറിയാം സർ. വട്ടപൂജ്യം. ഞാൻ പറഞ്ഞില്ലേ, ജനപ്രതിനിധി എന്ന മതിക്കാൻ പറ്റാത്ത വിലയുള്ള ആളാണ് സാറ്. പക്ഷെ ഇപ്പൊ സാറ് തന്നെ സാറിന്റെ വില കൊണ്ട് എത്തിച്ചിരിക്കുന്നത് 0 0 രൂപ 0 പൈസ. സാർ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച ഇടിഞ്ഞു പോയ വില തിരിച്ചു പിടിക്കാം. അപ്പോ ഏതോ ഒരു രക്ഷകന്റെ ബലത്തില് വാക്കുകളെടുത്തിട്ട് ഫുട്ബോൾ കളിക്കുകയാണല്ലേ? നീ നിന്റെ നാശം തന്നെ വിലയ്ക്ക് വാങ്ങുകയാണ്. നിന്റെ കഞ്ഞിയിൽ തന്നെ നീ പാറ്റയിടുകയാണ്. കഞ്ഞി ആരാണെന്നുള്ളത് കാണുന്നവർക്കറിയാം സർ. സാർ ഒരു സ്ത്രീയെ എടീന്ന് വിളിച്ചാൽ മഹാ ബോറാണ്. സാർ എടീന്ന് വിളിച്ചതിന് മറുപടി പറയാൻ എടാന്നോ പോടാന്നോ പറയാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. നമ്മൾ പഠിച്ച സ്കൂള് രണ്ടും രണ്ടായി പോയി സർ. അതുകൊണ്ട് എന്നാ കേട്ടോ, നീ നിന്നെ കൊണ്ട് ഇതൊക്കെ പറയാൻ ശക്തി തന്ന ആ രക്ഷകനുണ്ടല്ലോ, അവന്റെ നാശമാ ആദ്യം, പിന്നെ നീ. ആയിക്കോട്ടെ സർ. നശിപ്പിക്കാൻ വേണ്ടി കത്തിയും വടിവാളും ഒക്കെ ഒരാൾക്ക് മാത്രമല്ല എടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഓർമ്മിച്ചാൽ കൊള്ളാം. ഒരു കത്തിയൊക്കെ പിടിക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. അത് പ്രയോഗിക്കാനുള്ള ധൈര്യവും ഇതുവരെ ഇല്ലായിരുന്നു.
പക്ഷേ ഇപ്പൊ ഉണ്ട്. നമുക്ക് കാണാം. എപ്പ കാണണമെന്നുള്ളത് നേരത്തെ ഒന്ന് അറിയിക്കണേ സർ. ഒരുപാട് തിരക്കുള്ളതുകൊണ്ടാ. ഹേയ്. ഛെ. എവിടുന്നാ എനിക്ക് ശക്തി കിട്ടിയെന്ന് അറിയില്ല. വക്കീലാണ്, കോടതിയിൽ വാദിക്കാറുമുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ ഇപ്പൊ ഗൗൺ മാറ്റി കഴിഞ്ഞാൽ ഞാൻ ടെൻഷനും പേടിയും ഒരാള് വെല്ലുവിളിക്കാൻ വന്ന ഒഴിഞ്ഞു മാറിപ്പോകുന്ന ടൈപ്പും ഒക്കെയായി. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായി വല്ലാത്തൊരു ധൈര്യം കിട്ടി. ഒപ്പത്തിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ശക്തനായ ഒരാള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നറിയുമ്പോ ഒരു ധൈര്യം കിട്ടുമല്ലോ. ആ ധൈര്യമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പേടിച്ച് ഓടിക്കൊണ്ടിരുന്ന പിന്നാലെ ഓടിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഓട്ടത്തിനിടയിൽ ഒന്ന് തിരിഞ്ഞു നിന്നാൽ ഓടിക്കുന്നവൻ ഒന്ന് പതറും. ഇന്ന് MLA ആ പതർച്ചയാണ് ഉണ്ടായിട്ടുണ്ടാവുക. എന്തായാലും CI നമുക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്നുണ്ട്. അതാണ് എന്റെ ഒരു അതിശയവും സന്തോഷവും. ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിലും സാറിന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സപ്പോർട്ട് തരാൻ മാത്രം അയാൾക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ ഇപ്പോഴറിയുന്നത്. ചില നല്ല ഉദ്യോഗസ്ഥർ അങ്ങനെയാണല്ലോ ശ്രീ. നിയമം അനുസരിക്കുന്നവരോടും സാധാരണക്കാരോടും ഒക്കെ അവർക്കൊരു ആത്മാർത്ഥത കാണും. അന്ന് ഞാൻ വിളിച്ചപ്പോ CI നേരിട്ട് പറഞ്ഞതാണല്ലോ എല്ലാത്തിന്റെയും പിന്നിൽ അയാളാണെന്ന്. വിളിച്ചൊരു താങ്ക്സ് പറഞ്ഞേക്ക്. ആ GKയുടെ കാര്യത്തിലും പുള്ളിയുടെ ഒരു സഹായം നമുക്ക് വേണ്ടിവരും. താനൊന്ന് മാനന്തവാടി ഇരുന്നപ്പോ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണോ, കേൾക്കട്ടെ. അതിനെപ്പറ്റി ഞാനെന്ത് പറയാനാ? അതൊക്കെ അന്നത്തെ പത്രത്തിലുണ്ടായിരുന്നതാ. ഓ ഈ ഇരിക്കുന്നൊന്നും കണക്കാക്കണ്ട, ആള് ജഗജില്ലിയ. ആ, നമ്മുടെ ആളാ. ആ, ഹലോ ശ്രീജിത്ത്. ഹലോ. സാറിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടെന്നറിയില്ല. എന്താ കാര്യം ശ്രീജിത്ത്? ആ ഭാസ്കർജിയുടെ കാര്യത്തില് ഞങ്ങൾക്ക് വേണ്ടി എത്ര ആത്മാർത്ഥതയോടെയാണ് സാർ നിൽക്കുന്നത്. ശ്രീജിത്ത്, അതൊരു പോലീസ് ഓഫീസറുടെ കടമയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഈ സാർ വിളി വേണ്ട. താങ്ക് യു. സൗഹൃദം ദുരുപയോഗപ്പെടുത്താൻ പാടില്ലല്ലോ. പിന്നെ അയാൾ ഇന്ന് കാവ്യ വിളിച്ചെന്ന് വരട്ടെ. അയാൾക്ക് രക്ഷകൻ ആരാണെന്ന് അറിയണം. ഞങ്ങൾക്കല്ലേ അറിയൂ എല്ലാം CIയുടെ ഒരു ഗെയിമാണെന്ന്. ആ, MLA നാട്ടുകാർ പൂട്ടാൻ നിൽക്കുക. നിങ്ങൾ കൂടെ നിന്നാ മതി. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റൊരാൾ ഇത് അറിയരുത്. അതെന്താ അങ്ങനെ പറയാൻ? എന്തായാലും ഞാനല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ കാണുമല്ലോ. അതാരാണെന്ന് പറയണം. ജസ്റ്റ് ഒരു ബലത്തിന് വേണ്ടിയാ, ഒന്നറിയാൻ. ആരൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പറയൂ ശ്രീജിത്ത്. ഞങ്ങൾക്കുള്ള ഒരേ ഒരു ബലം താങ്കൾ മാത്രമാ. താങ്കൾ മാത്രമേ ഞങ്ങൾക്കൊരു സപ്പോർട്ടായുള്ളൂ. അല്ല, കാവ്യയുടെ ഹസ്ബൻഡ് ശ്രീ സ്പീക്കറിലിട. ആ, എന്താ ശ്രീജിത്ത്? അവര് സെപ്പറേറ്റഡാ. രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ വർഷങ്ങളായി. ഓ, അങ്ങനെയാണല്ലേ. ഓക്കെ. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും
അപ്പപ്പോ എന്നെ അറിയിക്കണം. കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ സർ, താങ്ക് യു. അപ്പൊ ആരായിരിക്കും എനിക്കെതിരെ കളിക്കുക? സാറ് സമാധാനായിട്ടിരിക്കെ. ആ സൈബർ സെല്ലിലെ മുരുകേശന് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവൻ ഡീറ്റെയിൽസ് അറിയിക്കും. അവളും അവളുടെ രക്ഷകനും അല്ലെങ്കിൽ രക്ഷകന്മാരും അധികം ഭൂമിയിൽ കാണില്ല. അവളുടെ തന്റെ ഇടം ഒന്ന് കാണേണ്ടതായിരുന്നു. ഒരു ഫ്രണ്ടിനെ കേൾപ്പിക്കാൻ പാടില്ലാത്തതാ. എന്നാലും ഒന്ന് കേട്ടു നോക്ക്. അയ്യോ സർ, തല മാത്രമായിട്ട് എടുക്കല്ലേ. തലയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തലയില്ലാതെ ജീവിക്കാൻ നിങ്ങളെ പോലെയുള്ളവർക്കേ പറ്റൂ. നിങ്ങൾക്ക് കയ്യൂക്ക് മാത്രം മതിയല്ലോ. അല്ല സർ, ആരംഭം ആവുന്നതേ ഉള്ളൂ. അവസാനിക്കാൻ കുറേ അങ്ങ് ചെല്ലണം. ഇവൾ ജീവിച്ചിരിക്കാൻ പാടുണ്ടോ? പാടില്ലെന്നാണ് സാറ് തീരുമാനിക്കുന്നതെങ്കിൽ പാടില്ല. അച്ഛനാണ് രക്ഷകനെന്ന് അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതിപ്പോഴൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. താമസിച്ചറിഞ്ഞാ മതി. ഇനിയിപ്പോ അറിഞ്ഞാൽ ചിലപ്പോ ദേഷ്യമായാലോ? ആ, അത് നേരാ. എന്നാലും പാവം അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നു. പക്ഷെ അമ്മ കരുതുന്നത് ആ സർക്കിൾ ഇൻസ്പെക്ടറെ സഹായിക്കുന്നേന്നാണ്. പാവം അച്ഛൻ. അച്ഛൻ അമ്മയെ സഹായിക്കാൻ സന്തോഷമുള്ളൂ. പക്ഷേ അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമല്ല. അമ്മയെ പോലെ ഒരാൾക്ക് അച്ഛനോട് ദേഷ്യം ഉണ്ടാവണമെങ്കിൽ അച്ഛന്റെ ഭാഗത്ത് തെറ്റ് കാണുകയില്ലേ? അത് ശരിയാ. എന്തോ വലിയ ദേഷ്യം രണ്ടുപേർക്കും ഉണ്ട്. എന്താണെന്ന് കണ്ടുപിടിക്കണം. ഞാൻ നാളെ മുതലേ അങ്ങനെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പോവാ. ഒക്കെ ഞാൻ നോക്കിക്കോളാം. വളരെ രഹസ്യ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. ഏതായാലും ഞാനമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. എന്ത് സർപ്രൈസ്? അതൊക്കെയുണ്ട്. ഞാനത് വർക്കൗട്ട് ആയാൽ നാളെ പറയാം. നമ്മൾ അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കുന്നതിനുള്ള ആദ്യ ഘട്ടമാണ്. ഫോണിൽ സംസാരിക്കുന്നത് ദിയമോളാണല്ലോ. ദിയമോൾ ആർക്കായിരിക്കും ഫോൺ ചെയ്യുന്നത്? ശരിയെന്നാ, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി. മോൾ ആർക്കെങ്കിലും ഫോൺ ചെയ്തോ? ഫോണോ? ഞാനോ? നല്ല കാര്യമായി പോയി. ഞാൻ ആർക്ക് ഫോൺ ചെയ്യാനാ രാജചേച്ചി? പക്ഷെ ഞാൻ കേട്ടല്ലോ ഏതോ അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ കാര്യം പറയുന്നത്. ഏതച്ഛന്റെ കാര്യം? രാജചേച്ചിയുടെ കേൾവിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ അച്ഛനെ കുറിച്ച് പറഞ്ഞത്ര. മോളുടെ കയ്യിൽ എന്തായിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. മാറിയ
ചേച്ചി മോൻ പറഞ്ഞത് സത്യ. എന്താ? ദിയമോക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. മോൾ ആർക്കോ ഫോൺ ചെയ്യുന്നത് പോലെ തോന്നി. ഞാൻ ചോദിച്ചപ്പോ ഒന്നുമില്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി കളഞ്ഞു. ഞാൻ ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാ പറഞ്ഞേ. ഒരിക്കൽ കണ്ടപ്പോ പല്ലുവേദന പോലെ അഭിനയിച്ചു, പക്ഷേ വേദന പെട്ടെന്ന് അങ്ങ് മാറി. മോനെ, ചേച്ചിക്ക് എന്താ പറ്റിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത് വേണം, നമുക്ക് കണ്ടുപിടിക്കണം. എന്താ അമ്മ? ഇതാരെ ഇവിടെ ഒട്ടിച്ചു വെച്ചേ? ഹായ്, ജീവസാറിന്റെ ഫോട്ടോ. ആരാ ഒട്ടിച്ചെന്നാ ചോദിച്ചേ? ഞാനമ്മേ. ആരോട് ചോദിച്ചിട്ടേ ഈ ഫോട്ടോ ഒട്ടിച്ചേ? അയ്യോ, ഇത് നല്ലതല്ലേ അമ്മേ? ജീവസാറ് ശക്തിമാനാ, അമ്മയുടെ വിഷമം ഒക്കെ മാറ്റിത്തരും. അമ്മയ്ക്ക് എന്ത് വിഷമം? അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ പറഞ്ഞതല്ലേ, എന്റെ വിഷമം തീർക്കാൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. മറ്റാരും വേണ്ട എനിക്ക് വിഷമം തീർക്കാൻ. അമ്മയ്ക്ക് എന്താ ജീവസാറിനോട് ഇത്ര ദേഷ്യം? മോളെ, അമ്മയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ എന്തെന്നെ കളിയാക്കാണോ? സിനിമാക്കാരുടെ പടം കൊണ്ടുവന്ന് എന്റെ റൂമിൽ ഒട്ടിച്ചിട്ട്. എനിക്ക് സിനിമാക്കാരോട് അത്ര ഭ്രാന്തൊന്നുമില്ല. ഇത് സ്വന്തം അമ്മയെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാ കാണിച്ചത്. അമ്മ, ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ഈ ഫോട്ടോ മാറ്റാം, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതല്ലേ. അമ്മേ, ജീവസാറിന്റെ. ജീവസാറ് ഒന്ന് നിർത്താവോ? അമ്മയെ വിഷമിപ്പിക്കാൻ ചെയ്തതല്ല, അമ്മയുടെ ഒരു സമാധാനത്തിനാ. ജീവസാറിന്റെ ഫോട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കൊരു ധൈര്യം കിട്ടുമെന്ന് തോന്നി. അതുകൊണ്ടാ. അമ്മ സേഫ് ആവണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ അമ്മേ?